ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കാൻ പോകുന്നത് KTU BTech കെമിസ്ട്രി 2024 സ്കീമിന്റെ ഡിസംബർ 2024 എക്സാമിലെ മൊഡ്യൂൾ 4 എൻവയോൺമെന്റൽ കെമിസ്ട്രി എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് COD, ഗിവ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. എന്താണ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലെങ്കിൽ COD എന്ന് പറയുന്നത്? ഇറ്റ്സ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ഫോർ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ബയോളജിക്കലി ആക്റ്റീവ് ആൻഡ് ബയോളജിക്കലി ഇനേർട്ട് മെറ്റീരിയൽസ് പ്രസന്റ് ഇൻ സീവേജ് വാട്ടർ using strong oxidizing agent like acidified potassium dichromate for a period of 3 hours. നമ്മൾ വാട്ടർ കൺസിഡർ ചെയ്താൽ വാട്ടറിലുള്ള ബയോളജിക്കലി ആക്റ്റീവ് ആൻഡ് ഇനാക്റ്റീവ് മെറ്റീരിയൽസിനെ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ട ഓക്സിജന്റെ എമൗണ്ട് ആണ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. നമുക്ക് BOD അറിയാം, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അതെന്താണ്? ബയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ട അല്ലെങ്കിൽ ബയോളജിക്കലി ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ട ഓക്സിജന്റെ എമൗണ്ട് ആണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അപ്പോൾ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ബയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് മാത്രമല്ല, ബയോളജിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസിന്റെ കൂടി ഓക്സിഡേഷന് ആവശ്യമായിട്ടുള്ള ഓക്സിജന്റെ എമൗണ്ട് ആണ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കണ്ടുപിടിക്കാൻ നമുക്ക് 3 hours മതി. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉപയോഗിച്ചാണ് വാട്ടറിന്റെ ഓക്സിഡേഷൻ നടത്തുന്നത്. ഈ രീതിയിൽ നമുക്ക് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുതലാണെങ്കിൽ, തന്നിരിക്കുന്ന വെള്ളത്തിൽ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ട അതിലുള്ള സബ്സ്റ്റൻസിനെ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ട ഓക്സിജന്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ അതിന് അർത്ഥം എന്താണ്? പൊല്യൂഷൻ കൂടുതലായിരിക്കും. ആ വാട്ടറിൽ ഒരുപാട് ഓക്സിഡൈസ് ചെയ്യാൻ പാകത്തിനുള്ള സബ്സ്റ്റൻസുകൾ ഉണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് ഓക്സിജൻ ആവശ്യമായി വന്നത്, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടിയത്, അല്ലേ? അപ്പോൾ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടിയാൽ പൊല്യൂഷൻ കൂടുതലായിരിക്കും. കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കുറഞ്ഞാൽ പൊല്യൂഷൻ കുറവായിരിക്കും. ഓക്കെ, ഇതാണ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡിന്റെ ഒരു സിഗ്നിഫിക്കൻസ്. അടുത്തത്, കാൽക്കുലേറ്റ് ടെമ്പററി, പെർമനന്റ് ആൻഡ് ടോട്ടൽ ഹാർഡ്നെസ് ഓഫ് വാട്ടർ വിത്ത് ദ ഫോളോയിങ് സോഴ്സ്. കാൽഷ്യം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം ബൈകാർബണേറ്റ്, കാൽഷ്യം സൾഫേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ്, ഇതിന്റെയൊക്കെ പാർട്സ് പെർ മില്യൺ ഉള്ള എമൗണ്ട് തന്നിട്ടുണ്ട്. അതിന്റെ ടെമ്പററി, പെർമനന്റ് ആൻഡ് ടോട്ടൽ ഹാർഡ്നെസ് കണ്ടുപിടിക്കുക. നമുക്കറിയാം ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണമാവുന്ന അയോൺസ് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം ആണ്. ഇവിടെ അങ്ങനെയുള്ളത് ഏതൊക്കെയാണ്? കാൽഷ്യം ബൈകാർബണേറ്റ് ആൻഡ് മഗ്നീഷ്യം ബൈകാർബണേറ്റ് ആണ്. അപ്പൊ ഇതിന്റെ എമൗണ്ട് കണ്ടുപിടിച്ചാൽ ടെമ്പററി ഹാർഡ്നെസ് കണ്ടുപിടിക്കാം. അതുപോലെ പെർമനന്റ് ഹാർഡ്നെസ്സിന് കാരണമാവുന്നത് കാൽഷ്യം സൾഫേറ്റ് ആൻഡ് മഗ്നീഷ്യം സൾഫേറ്റ് ആണ്. ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഹാർഡ്നെസ്സും വരും, ടെമ്പററി ആൻഡ് പെർമനന്റ് ഹാർഡ്നെസ്. അപ്പോൾ ഹാർഡ്നെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? അല്ലെങ്കിൽ നമ്മൾ ഹാർഡ്നെസ് കണ്ടുപിടിക്കുന്നത് ഇൻ ടേംസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഇക്വലന്റ് ഹാർഡ്നെസ് ആണ്. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിംഗ് സബ്സ്റ്റൻസ് ഇൻറ്റു മോളിക്കുലാർ മാസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിംഗ് സബ്സ്റ്റൻസ്. ഇപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ആദ്യം കാൽഷ്യം ബൈകാർബണേറ്റ് ആണ്. അപ്പൊ കാൽഷ്യം ബൈകാർബണേറ്റിന്റെ എമൗണ്ട് 6 ആണ് തന്നിട്ടുണ്ട്. ദെൻ മോളിക്കുലാർ മാസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് 100 ആണെന്ന് നമുക്കറിയാം. ദെൻ മോളിക്കുലാർ മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിംഗ് സബ്സ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ കാൽഷ്യത്തിൻ്റെത് 40 ആണ് അറ്റോമിക് മാസ്. ഇതെല്ലാം കൂടി കൂട്ടിയാൽ മോളിക്കുലാർ മാസ് കിട്ടും. കാൽഷ്യം 40, ഹൈഡ്രജൻ 1, ഇവിടെ 2 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് 2 × 1 2. ദെൻ കാർബൺ ഉണ്ട്, കാർബൺ 12 ആണ്, ഓക്സിജൻ 16 ആണ്. ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 162 ആണ്. സോ 6 ഡിവൈഡഡ് ബൈ 162 × 100 ആണ് കാൽഷ്യം ബൈകാർബണേറ്റിന്റെ. അതുപോലെ തന്നെ മഗ്നീഷ്യം ബൈകാർബണേറ്റിന്റെ ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിംഗ് സബ്സ്റ്റൻസ് ഇൻറ്റു മോളിക്കുലാർ മാസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിംഗ് സബ്സ്റ്റൻസ്. മഗ്നീഷ്യം ബൈകാർബണേറ്റിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ, ഓക്സിജൻ, കാർബൺ, ഇതിന്റെ ഒക്കെ അറ്റോമിക് മാസുകൾ അറിഞ്ഞിരിക്കുക. ബേസിക് ആയിട്ടുള്ള ഹാർഡ്നെസ് പ്രൊഡ്യൂസിംഗ് സബ്സ്റ്റൻസിന്റെ അറ്റോമിക് മാസുകൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ക്ലോറിന്റെ അറിഞ്ഞിരിക്കുക കേട്ടോ. ക്ലോറൈഡ്സ് ഓഫ് സൾഫേറ്റ്സ് ആൻഡ് ക്ലോറൈഡ്സ് ആൻഡ് സൾഫേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം ആണ് പെർമനന്റ് ഹാർഡ്നെസ്സിന് കാരണമാവുന്നത്. അപ്പൊ ഇത്രയും ആറ്റംസിന്റെ അറ്റോമിക് മാസ് അറിഞ്ഞിരുന്നാൽ നമുക്ക് മോളിക്കുലാർ മാസ് കണക്കൂട്ടിയെടുക്കാം. ചിലപ്പോഴെങ്കിലും മോളിക്കുലാർ മാസ് നമുക്ക് തരില്ല. ആ കേസിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യണമല്ലോ. അപ്പോൾ ടെമ്പററി ഹാർഡ്നെസ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിംഗ് സബ്സ്റ്റൻസ്. ഇത് കാൽഷ്യം ബൈകാർബണേറ്റിന്റെ ആണ്, ഇത് മഗ്നീഷ്യം ബൈകാർബണേറ്റിന്റെ ആണ്. രണ്ടിന്റെയും ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ട് രണ്ടും കൂടി ആഡ് ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് 9.18 കിട്ടും. ഇതെങ്ങനെയായിരുന്നു കിട്ടിയത്? ടെമ്പററി ഹാർഡ്നെസ് കാൽഷ്യം ബൈകാർബണേറ്റിന്റെ മാസ് ഡിവൈഡഡ് ബൈ കാൽഷ്യം ബൈകാർബണേറ്റ് മോളിക്കുലാർ മാസ് ഇൻറ്റു 100. ഇവിടെ 100 എന്ന് പറയുന്നത് മോളിക്കുലാർ മാസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ആണ്. ഇനി മഗ്നീഷ്യം ബൈകാർബണേറ്റിന്റെ ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടി മാസ് ഓഫ് ഹാർഡ്നെസ് പ്രൊഡ്യൂസിംഗ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് മഗ്നീഷ്യം ബൈകാർബണേറ്റ് ഇൻറ്റു 100. അങ്ങനെ 9.18 ആണ് നമുക്ക് കിട്ടുന്ന ടെമ്പററി ഹാർഡ്നെസ്. ഇനി പെർമനന്റ് ഹാർഡ്നെസ്
നമുക്ക് തന്നിരിക്കുന്നത് കാൽഷ്യം സൾഫേറ്റ് ആൻഡ് മഗ്നീഷ്യം സൾഫേറ്റ് ആണ്. മാസ് ഓഫ് കാൽഷ്യം സൾഫേറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് കാൽഷ്യം സൾഫേറ്റ് ഇൻറ്റു 100 പ്ലസ് മാസ് ഓഫ് മഗ്നീഷ്യം സൾഫേറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് മഗ്നീഷ്യം സൾഫേറ്റ് ഇൻറ്റു 100. ഇവിടെ 100 എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് മോളിക്കുലർ മാസ് ആണെന്ന് ഓർത്തിരിക്കുക. ഈ രീതിയിൽ നമുക്ക് പെർമനന്റ് ഹാർഡ്നെസ് കണ്ടുപിടിക്കാം. രണ്ടും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്നതായിരിക്കും ടോട്ടൽ ഹാർഡ്നെസ്. ഓക്കെ, ഇനി അടുത്തത് ഡിസ്ക്രൈബ് ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡ് ഇൻ സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ്. സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ് 3 ടൈപ്പ് ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് നമുക്കറിയാം. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി ട്രീറ്റ്മെന്റ് ആണുള്ളത്. അതിൽ പ്രൈമറി ട്രീറ്റ്മെന്റിൽ സ്ക്രീനിങ് ആൻഡ് സെഡിമെന്റേഷൻ പ്രോസസ് ആണുള്ളത്. സെക്കൻഡ് പ്രോസസ്സിലുള്ള ബയോളജിക്കൽ ഓക്സിഡേഷനിൽ വരുന്നതാണ് ഈ ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രിക്ലിംഗ് ഫിൽറ്റർ USAB പ്രോസസ്സിനൊക്കെ അതിന്റെ ഫിഗർ കൂടി ഒന്ന് ഓർത്തിരുന്ന് വരച്ചാൽ കുറച്ചുകൂടി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രിക്ലിംഗ് ഫിൽറ്റർ പ്രോസസ്, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ക്യാരിഡ് ഔട്ട് യൂസിങ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫിൽറ്റർ കോൾഡ് ട്രിക്ലിംഗ് ഫിൽറ്റർ. ബയോളജിക്കൽ ഓക്സിഡേഷൻ പ്രോസസ് ആണ്. ഇതാണ് ട്രിക്ലിംഗ് ഫിൽറ്ററിന്റെ ഒരു ഡയഗ്രാം. ഇവിടെ ഒരു സീവേജ് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, ഒരു ആമാണ്, റൊട്ടേറ്റിംഗ് ആമാണ്. ഇത് കറങ്ങിയാണ് വെള്ളം താഴേക്ക് വീഴുന്നത്, ഗ്രൗണ്ട് ലെവലിലേക്ക് വീഴുന്നു. ദെൻ ഒരു ഫിൽറ്ററിംഗ് മീഡിയം ഉണ്ട്. ദെൻ സീവേജ് ഇൻലെറ്റ് ഉണ്ട്, ഇതിൽ കൂടി സീവേജ് വാട്ടർ അകത്തേക്ക് വരുന്നു, ആം കറങ്ങി താഴേക്ക് വീഴുന്നു. ദെൻ ഒരു ഫിൽറ്ററിംഗ് മീഡിയം ഉണ്ട്, അതിൽ കൂടി ഫിൽറ്റർ ചെയ്ത് താഴേക്ക് പോകുന്നു. അപ്പോൾ ഇറ്റ്സ് എ റെക്ടാങ്കുലർ ഇൻ ഷേപ്പ് വിത്ത് 2 meter ഡെപ്ത്. ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് ക്രഷ്ഡ് റോക്സ്, ബ്രോക്കൺ ബ്രിക്സ് എക്സെട്ര. ഇതാണ് നമ്മുടെ ഫിൽറ്റർ മീഡിയയിലുള്ളത്. ക്രഷ്ഡ് റോക്സ്, ബ്രോക്കൺ ബ്രിക്സ് ഒക്കെ ഉണ്ട്. ഓൺ ദാറ്റ് മൈക്രോബിയൽ ഗ്രോത്ത് ഒക്കേഴ്സ് ആൻഡ് ഫിറ്റഡ് വിത്ത് റൊട്ടേറ്റിംഗ് ഡിസ്ട്രിബ്യൂട്ടർ. Sewage trickles through the filter with the help of rotating distributor. Then it moves down through filtering medium. During this movement, microorganisms start consuming organic matter in sewage. More or less clear effluent is collected through under drainage system. Okay, അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ഈ സീവേജ് വാട്ടർ അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ആ വെള്ളം ഇതിലൂടെ അകത്തേക്ക് പോകുന്നു. ദെൻ റൊട്ടേറ്റിംഗ് ആം വഴി താഴേക്ക് വീഴുന്നു. ഇതൊരു ഫിൽറ്ററിംഗ് മീഡിയ കൂടിയാണ് കടന്നു പോകുന്നത്. അവിടെ ക്രഷ്ഡ് റോക്സ്, ബ്രിക്സ്, അങ്ങനെയുള്ള ഗ്രാവലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ കൂടി കടന്നു പോകുമ്പോൾ അതിൽ ഓൾറെഡി മൈക്രോബിയൽ ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മലിനജലം ഇതിലെ കടന്നു പോകുമ്പോൾ ഇതിലുള്ള മൈക്രോബ്സ് അല്ലെങ്കിൽ ബാക്ടീരിയ, അതുപോലുള്ള എയറോബിക് ബാക്ടീരിയ ഒക്കെ നമ്മുടെ വെള്ളത്തിലുള്ള എന്താണ് ഓർഗാനിക് മാറ്ററിനെയൊക്കെ കൺസ്യൂം ചെയ്യുന്നു. അതിനുശേഷം അത്യാവശ്യം തെളിഞ്ഞ വെള്ളം പുറത്തേക്ക് വരുന്നു. ഇനി അത് അടുത്ത ട്രീറ്റ്മെന്റ് നടത്തുന്നു. ഇതാണ് ട്രിക്ലിംഗ് ഫിൽറ്റർ പ്രോസസ് എന്ന് പറയുന്നത്. ഇതാണ് ട്രിക്ലിംഗ് ഫിൽറ്റർ. ഓക്കെ, അടുത്തത് റൈറ്റ് പ്രിൻസിപ്പിൾ ആൻഡ് എനി 2 advantages ഓഫ് റിവേഴ്സ് ഓസ്മോസിസ്. വെരി ഇമ്പോർട്ടന്റ് ആണ് റിവേഴ്സ് ഓസ്മോസിസ്, പ്രിൻസിപ്പിൾ ആൻഡ് അഡ്വാൻറ്റേജസ്. അപ്പൊ എന്താണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്? ഒരു വാട്ടർ നമ്മൾ 2 കോൺസെൻട്രേഷനിലുള്ള വാട്ടർ ഒരു സെമി പെർമിബിൾ മെമ്പറൈൻ വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് എപ്പോഴും ലോവർ കോൺസെൻട്രേഷനിലേക്ക് വാട്ടറിന്റെ മൂവ്മെന്റ് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ, ഇതിപ്പോൾ ലോവർ കോൺസെൻട്രേഷനും ഇത് ഹയർ കോൺസെൻട്രേഷനും ആണെങ്കിൽ എപ്പോഴും ഹയർ ടു ലോവർ കോൺസെൻട്രേഷനിലേക്ക് വാട്ടറിന്റെ മൂവ്മെന്റ് ഉണ്ടാവും. ഇതാണ് എന്ത് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ നല്ല വെള്ളവും ഇംപ്യൂർ ആയിട്ടുള്ള വാട്ടറും, നമ്മൾ പ്യൂർ വാട്ടറും ഇംപ്യൂർ വാട്ടറും സെപ്പറേറ്റ് ചെയ്താൽ എപ്പോഴും ഇംപ്യൂർ വാട്ടറിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്കായിരിക്കും വാട്ടറിന്റെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്കായിരിക്കും എപ്പോഴും നാച്ചുറലി വാട്ടറിന്റെ മൂവ്മെന്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഹയർ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ എവിടെയാണ് കൂടുതൽ? പ്യൂർ വാട്ടറിലാണ് കൂടുതൽ അല്ലേ? അപ്പൊ പ്യൂർ വാട്ടറിൽ നിന്ന് ഇംപ്യൂർ വാട്ടറിലേക്കുള്ള ഒരു മൂവ്മെന്റ് ആണ് നാച്ചുറലി നടക്കുക. അങ്ങനെ നടന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? നമ്മുടെ കയ്യിലുള്ള നല്ല വെള്ളം കൂടി ഇംപ്യൂർ വാട്ടറിലേക്ക് കൂടി ചേരുന്നേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ റിവേഴ്സ് ആണ് നടക്കുന്നതെങ്കിൽ നമ്മൾ കടൽ വെള്ളമൊക്കെ എടുത്തിട്ട് സെമി പെർമബിൾ മെംബ്രെയിനിൽ കൂടി നമ്മുടെ വാട്ടർ മോളിക്യൂൾസ് മാത്രം, പ്യൂർ ആയിട്ടുള്ള മോളിക്യൂൾസ് മാത്രം അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് മാത്രം അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈ നല്ല വെള്ളം ശേഖരിച്ചുകൂടെ, യൂസ് ചെയ്യാമല്ലോ. അപ്പൊ ഈ രീതിയിൽ വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടി ഓസ്മോസിസിന്റെ നേരെ റിവേഴ്സ് ഉപയോഗിക്കുന്നതാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓസ്മോസിസ് തനിയെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. വെള്ളം മേളിൽ നിന്ന് താഴേക്ക് വീഴാൻ നമുക്ക് പ്രത്യേകിച്ച് ഫോഴ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, തനിയെ വീണോളും അല്ലേ. ഇനി വെള്ളം താഴെ നിന്ന് മേളിലേക്ക് കയറണമെങ്കിൽ നമ്മൾ മോട്ടോർ പോലുള്ള എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യേണ്ടി വരും അല്ലേ. അതുപോലെ തന്നെ ഓസ്മോസിസ് നാച്ചുറലി നടക്കും. പക്ഷെ റിവേഴ്സ് ഓസ്മോസിസ് നടക്കണമെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി ഒരു ഫോഴ്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഓസ്മോസിസിനേക്കാളും വലിയ ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രമേ റിവേഴ്സ് ഓസ്മോസിസ് നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഓസ്മോസിസ് എന്താണെന്ന് മനസ്സിലാക്കുക. ഓസ്മോസിസ് വാട്ടറിന്റെ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ എപ്പോഴും ഹയർ കോൺസെൻട്രേഷനിൽ ലോവർ കോൺസെൻട്രേഷനിലേക്കുള്ള വാട്ടർ മൂവ്മെന്റ് ആണ് ഓസ്മോസിസ്. ഇനി റിവേഴ്സ് ഓസ്മോസിസ് നടക്കുമ്പോൾ എങ്ങനെയാണ്? ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷനിലാണ് വാട്ടറിന്റെ മൂവ്മെന്റ് ഉണ്ടാവുക. അത് അങ്ങനെയാണ് നമ്മൾ സീ വാട്ടർ ഒക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഈ റിവേഴ്സ് ഓസ്മോസിസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ ഡ്യൂറിംഗ് റിവേഴ്സ് ഓസ്മോസിസ് പ്രോസസ് വാട്ടർ ഈസ് പുഷ്ഡ് ത്രൂ മെംബ്രെയിൻ leaving behind total disordered solids, bacteria and other contaminants. Pressure applied helps overcome the natural osmotic pressure, allowing water to flow from higher concentration of solute to lower concentration. അതാണ് നാച്ചുറലി നടക്കുന്ന
ഓസ്മോട്ടിക് പ്രഷർ. അതിന് കൂടുതലായിട്ടുള്ള പ്രഷർ അപ്ലൈ ചെയ്താണ് നമ്മൾ ഇംപ്യൂർ വാട്ടറിൽ നിന്ന് പ്യുവർ വാട്ടർ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. അതിനുള്ളൊരു എക്സാമ്പിൾ ആണ് സീ വാട്ടറിൽ നിന്ന് പ്യുവർ വാട്ടർ സെപ്പറേറ്റ് ചെയ്യുന്നത്. സീ വാട്ടറിൽ നമ്മൾ ഹയർ പ്രഷർ കൊടുക്കുകയാണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ അവർ ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ എന്ത് സംഭവിക്കും? സീ വാട്ടറിൽ നിന്ന് പ്യുവർ വാട്ടറിനെ സെപ്പറേറ്റ് ചെയ്ത് വരും, അത് നമുക്ക് കളക്ട് ചെയ്തെടുക്കാം. ദിസ് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സ് ഓസ്മോസിസ്. അടുത്തത് ഡിസ്കസ് എനി 3 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഏതൊക്കെയാണ്? 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അല്ലേ? അതിൽ എൻഡ് പോവർട്ടി ഉണ്ട്, എൻഡ് ഹങ്കർ ഉണ്ട്, വെൽ ബീയിങ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വാളിറ്റി, ഇതൊക്കെയാണ് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഗോൾസ്. ഈ 17 ഏതെങ്കിലും 3 എഴുതുക, അതിനെക്കുറിച്ച് വിശദീകരിക്കുക. അപ്പൊ നമുക്കറിയാം നോർമലി മനുഷ്യന്റെ നീഡ്സ് ആണ് ഇവർ വെച്ചിരിക്കുന്ന ആ ഒരു 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത്. എന്താ എൻഡ് പോവർട്ടി, എന്താ നാട്ടിലുള്ള എല്ലാവരുടെയും പോവർട്ടി ഒക്കെ എൻഡ് ചെയ്തവർ വളരെ നല്ല കാര്യമാണ്. അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റി ഉണ്ടാവുന്നത്, തൊഴിലിടങ്ങളിലും എല്ലായിടത്തും ഒരു ജെൻഡർ ഇക്വാലിറ്റി ഉണ്ടാവുക. അതുപോലെ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ഫോർ ഓൾ, റെഡ്യൂസ് ഇൻഇക്വാലിറ്റി, അങ്ങനെ ഈ കാര്യങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക. ഇതിൽ നിന്ന് ഏതെങ്കിലും 2-3 നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. അടുത്തത് എക്സ്പ്ലെയിൻ പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയർ ഓഫ് അയൺ എക്സ്ചേഞ്ച് പ്രോസസ്. അയൺ എക്സ്ചേഞ്ച് പ്രോസസ് എന്തിനു വേണ്ടിയുള്ളതാണ്? ഹാർഡ് വാട്ടറിനെ സോഫ്റ്റ് വാട്ടർ ആക്കാൻ വേണ്ടിയിട്ട്, പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോസസ്സാണ് നമ്മുടെ അയൺ എക്സ്ചേഞ്ച് പ്രോസസ് എന്ന് പറയുന്നത്. ഇപ്പൊ ടെമ്പററി ഹാർഡ്നെസ് നമുക്ക് വാട്ടർ ബോയിൽ ചെയ്തൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും, പക്ഷേ പെർമനന്റ് ഹാർഡ്നെസ് ഈ രീതിയിൽ റിമൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് അയൺ എക്സ്ചേഞ്ച് പ്രോസസ് എന്ന് പറയുന്നത്. അയൺ എക്സ്ചേഞ്ച് റെസിൻസ് 2 ടൈപ്പ് ഉണ്ട്. കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനും ഉണ്ട്, ആനയോൺ എക്സ്ചേഞ്ച് റെസിനും ഉണ്ട്. അപ്പോൾ ഇതൊരു പോളിമർ ആണ്, ശരിക്കും പോർസ് ഉള്ള ഒരു പോളിമർ മോളിക്യൂൾ ആണ് നമ്മുടെ അയൺ എക്സ്ചേഞ്ച് റെസിൻ എന്ന് പറയുന്നത്. 2 ടൈപ്പ് ഉണ്ട്. കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനും ഉണ്ട്, ആനയോൺ എക്സ്ചേഞ്ച് റെസിനും ഉണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഹാർഡ്നെസ്സിന് കാരണമാവുന്ന അയോൺസിനെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ പെർമനന്റ് ഹാർഡ്നെസ്സിന് കാരണമാവുന്ന അയോൺസ് കാൽഷ്യം, മഗ്നീഷ്യം, ക്ലോറൈഡ്സ് ആൻഡ് സൾഫൈഡ്സ് ആണ് നമുക്കറിയാം. അതിൽ ആനയോൺസിനെയും റിമൂവ് ചെയ്യുന്നു, കാറ്റയോൺസിനെയും റിമൂവ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു പ്രോസസ്സാണ് നമ്മുടെ അയൺ എക്സ്ചേഞ്ച് പ്രോസസ്സിൽ നടക്കുന്നത്. അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് ഹാംഫുൾ അല്ലാത്ത വേറെ ഏതെങ്കിലും അയോൺസ് വെച്ചിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ 2 ടൈപ്പ് ഉണ്ട്. കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനും ഉണ്ട്, ആനയോൺ എക്സ്ചേഞ്ച് റെസിനും ഉണ്ട്. ആദ്യം വാട്ടർ കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനിൽ കൂടി പാസ് ചെയ്യിപ്പിക്കുന്നു. ക്രോസ് ലിങ്ക്ഡ് ആയിട്ടുള്ള പോളിമർ ആണ് നമ്മുടെ അയൺ എക്സ്ചേഞ്ച് റെസിൻസിലുള്ളത്. ഈ പോളിമറിനകത്ത് പോർസ് ഉണ്ട്. ഈ പോർസിലെ H+ അയോൺസ് ഉണ്ട്. ആസിഡിക് ഫംഗ്ഷണൽ ഗ്രൂപ്പുമായിട്ട് ട്രീറ്റ് ചെയ്ത് H+ അയോൺസ് നമ്മുടെ ഈ പോർസുകളിൽ നിറഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ ഹാർഡ് വാട്ടർ നമ്മുടെ കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനിൽ കൂടി പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? H+ ഒക്കെ മാറിയിട്ട് അങ്ങോട്ട് മഗ്നീഷ്യം, കാൽഷ്യം കയറിയിരിക്കും. ഓക്കെ, അപ്പോൾ ഹാർഡ്നെസ്സിന് കാരണമാകുന്ന വാട്ടറിലുള്ള കാറ്റയോൺസ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം നമ്മുടെ H+ന്റെ സ്ഥാനത്ത് കയറിയിരിക്കുന്നു. പുറത്തേക്ക് വരുന്ന വെള്ളത്തിൽ ഇനി കാൽഷ്യം, മഗ്നീഷ്യം ഇല്ല. പകരം ആരേ ഉള്ളൂ? കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനിൽ നിന്ന് കിട്ടിയ H+ മാത്രമേ ഉള്ളൂ. ഇനി ക്ലോറൈഡ്സും ഉണ്ട്, സൾഫൈഡ്സും ഉണ്ട്. ഇത് നമ്മൾ വീണ്ടും ആനയോൺ എക്സ്ചേഞ്ച് റെസിനിൽ കൂടി പാസ് ചെയ്യിപ്പിക്കുന്നു. ഇവിടെ ആരാണുള്ളത്? ഈ പോർസിൽ OH- ആണുള്ളത്. ബേസിക് ആയിട്ടുള്ള ഏതെങ്കിലും ഫംഗ്ഷണൽ ഗ്രൂപ്പുമായിട്ട് ട്രീറ്റ് ചെയ്ത് നമ്മൾ ഈ അയൺ എക്സ്ചേഞ്ച് റെസിൻസിനെ നെഗറ്റീവ് ചാർജഡ് ആയിട്ടുള്ള അയോൺസ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓൾറെഡി കാറ്റയോൺസ് റിമൂവ് ആയിട്ടുള്ള നമ്മുടെ ഹാർഡ് വാട്ടറിനെ ഈ ഒരു ആനയോൺ എക്സ്ചേഞ്ച് റെസിനിൽ കൂടി പാസ് ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ ക്ലോറൈഡ്സും സൾഫൈഡ്സും OH- സ്ഥാനത്ത് കയറിയിരിക്കും. അപ്പോൾ OH- ഫ്രീ ആവും. അപ്പോൾ ആദ്യം ഫ്രീ ആയ H+ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, അത് കൂടാതെ OH- ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർന്ന് വാട്ടർ ആവുന്നു. നമുക്ക് ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള അയോൺസ് എല്ലാം റിമൂവ് ആയി പോകുന്നു. ആൻഡ് ദിസ് പ്രോസസ് ഇസ് കോൾഡ് അയൺ എക്സ്ചേഞ്ച് പ്രോസസ്. അപ്പോൾ ഹാർഡ് വാട്ടറിനെ സോഫ്റ്റ് വാട്ടർ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് അയൺ എക്സ്ചേഞ്ച് പ്രോസസ്സ്. 2 ടൈപ്പ് ഉണ്ട്. കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ ഉണ്ട്, അതായത് അസിഡിക് ഫംഗ്ഷണൽ ഗ്രൂപ്പ്സ് ആണ് ഇതിലുള്ളത്. അതായത് H+ ആണുള്ളത്. H+നെ മാറ്റിയിട്ട് അവിടെ കാൽഷ്യം, മഗ്നീഷ്യം കയറിയിരിക്കുന്നു. H+ ഫ്രീ ആയി വെള്ളത്തിന്റെ കൂടെ വരുന്നു. ഇനി ആനയോൺ എക്സ്ചേഞ്ച് റെസിനിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ OH- ആണുള്ളത്. ക്ലോറൈഡ്സ്, സൾഫൈഡ്സ് ഒക്കെ നമ്മുടെ റെസിനിൽ കയറിയിട്ട് OH- ഫ്രീ ആവുന്നു. ഈ H+ OH- കൂടി ചേർന്ന് ഫൈനലി വാട്ടർ ഫോം ചെയ്യുന്നു. കുറെ സമയം കഴിയുമ്പോൾ H+ OH- ഒക്കെ നമ്മുടെ അയൺ എക്സ്ചേഞ്ച് റെസിനിൽ നിന്ന് ഫുൾ തീർന്നുപോയി. എല്ലാം വാട്ടറിലേക്ക് എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അതിനെ ആസിഡിക് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആൻഡ് ബേസിക് ഫംഗ്ഷണൽ ഗ്രൂപ്പ് വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനെ ആസിഡിക് ഫംഗ്ഷണൽ ഗ്രൂപ്പ് വെച്ചും ആനയോൺ എക്സ്ചേഞ്ച് റെസിനെ ബേസിക് ഫംഗ്ഷണൽ ഗ്രൂപ്പ് വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ വീണ്ടും റീജനറേറ്റ് ചെയ്തെടുക്കുന്നു. ഓക്കെ, ആ രീതിയിൽ വീണ്ടും നമുക്ക് അയൺ എക്സ്ചേഞ്ച് റെസിൻ യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് കെമിസ്ട്രി ബിഹൈൻഡ് ഓസോൺ ഡിപ്ലീഷൻ. ഓക്കെ, എന്താണ് ഓസോൺ ലെയർ എന്ന് പറയുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലുള്ള 15 to 30 കിലോമീറ്ററിന് എബോ ഉള്ള 15 to 30 കിലോമീറ്റർ വരെയുള്ള ആ ഒരു പോർഷൻ എർത്ത് സർഫസിനാണ് നമ്മൾ
ഓസോൺ ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓസോൺ മോളിക്യൂൾസ് ഉണ്ട്. ഈ ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാവയലറ്റ് റേഡിയേഷൻ ഒക്കെ ഈ ഓസോൺ ആണ് ഷീൽഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്യുന്നത്. ഇനി ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ മെയ്ഡ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസുകളുണ്ട്. ക്ലോറോ ഫ്ലൂറോ കാർബൺ ഒക്കെ പോലെയുള്ള നമ്മുടെ റെഫ്രിജറേറ്ററുകളിൽ നിന്നൊക്കെ പുറത്തു വരുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ പോലെയുള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യും? നമ്മുടെ ഈ ഓസോണിനെ തിൻ ചെയ്യാൻ കാരണമാകും. ഓക്കെ, തിന്നിങ് ഓഫ് ഓസോണിന് കാരണമാകും. സോ ഡിസ്ട്രക്ഷൻ ഓഫ് ഓസോൺ ലീഡ്സ് ടു തിന്നിങ് ഓഫ് ഓസോൺ ലെയർ, particularly over polar regions, creating ozone hole. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിലുള്ള ആ ഒരു ഷീൽഡ് പോലെ ഇരിക്കുന്ന ഓസോൺ മോളിക്യൂൾസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഓസോൺ പാളി ഉണ്ടല്ലോ, ഓസോൺ പാളിയിൽ ഈ ഓസോൺ മോളിക്യൂൾസിന്റെ ആ ഒരു ഡിസ്ട്രക്ഷൻ കൊണ്ട് ഓസോൺ പാളിയുടെ തിന്നിങ് സംഭവിക്കും, കട്ടി കുറയും. ദെൻ ചില സ്ഥലത്ത് ഹോളുകളൊക്കെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഓസോൺ ഹോളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓസോൺ ഹോൾ സംഭവിച്ചാൽ അല്ലെ ഓസോൺ ഡിപ്ലീഷൻ സംഭവിച്ചാൽ എന്താ കാരണമാവുന്നത്? ഒന്ന്, യു വി റേഡിയേഷൻ ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു, സ്കിൻ ക്യാൻസർ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നു, പ്ലാന്റ്സിന് മറൈൻ ലൈഫിനൊക്കെ പ്രശ്നമാണ് ഈ യു വി റേഡിയേഷൻ നേരിട്ട് നമ്മുടെ ശരീരത്തിൽ പതിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് കാരണമാവുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷനിങ്, എയറോസോൾസിലൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഫയർ എക്സ്റ്റിങ്ക്യൂഷറിൽ യൂസ് ചെയ്യുന്ന ഹാലോൺസ്, ദെൻ ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, മീഥൈൽ ബ്രോമൈഡ്, കാർബൺ ടെട്രാക്ലോറൈഡ്, ഇതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന പല സാധനങ്ങളും ഇത്തരത്തിൽ ഓസോൺ ഡിപ്ലീഷന് കാരണമാവുന്നതാണ്. ഓക്കെ, ദിസ് ഇസ് കെമിസ്ട്രി ഓഫ് ഓസോൺ ഡിപ്ലീഷൻ. സോ ഇത്രയാണ് നമ്മുടെ 2024 സ്കീമിന്റെ ഡിസംബർ 2024 എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു മോഡൽ മനസ്സിലാക്കിയാൽ നമുക്ക് ഏതൊക്കെ ഭാഗമാണ് ഇമ്പോർട്ടൻറ്റ് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും.